ഒരു ആസ്ട്രോയിഡ് നമ്മുടെ ഭൂമിയിൽ പതിക്കാൻ വരുവാണെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെയൊക്കെ ഡിഫ്ലക്ട് ചെയ്യാമെന്ന് നോക്കാം. ഒന്നാമത്തെ വഴി നമ്മൾ എന്തെങ്കിലും ഒരു മിസൈലോ അല്ലെങ്കിൽ ബോംബോ കൊണ്ട് അതിനെ എക്സ്പ്ലോഡ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ചെറിയ ചെറിയ ആസ്ട്രോയിഡുകളാണെങ്കിൽ അതിനെ എക്സ്പ്ലോഡ് ചെയ്യിപ്പിച്ചാൽ അത് ചെറിയ ചെറിയ പാർട്ടുകളായിട്ട് മാറും. പക്ഷേ 1 കിലോമീറ്റർ ഡയമീറ്റർ വലിപ്പത്തിലുള്ള ആസ്ട്രോയിഡുകളാണെങ്കിൽ അതിനെ എക്സ്പ്ലോഡ് ചെയ്യിപ്പിച്ചാലും അതിന്റെ ഗ്രാവിറ്റേഷണൽ പുള്ള് കാരണം അത് വീണ്ടും ഒന്നിച്ച് ചേരുകയും ചെയ്യും. വേറൊരു വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു റോക്കറ്റിനെ കൊണ്ട് ഈ ആസ്ട്രോയിഡിൽ ഘടിപ്പിച്ചതിന് ശേഷം ഈ റോക്കറ്റിനെ കൊണ്ട് ഈ ആസ്ട്രോയിഡിനെ പുഷ് ചെയ്യിപ്പിച്ച് ഈ എർത്തിന്റെ അറ്റ്മോസ്ഫിയറിന് പുറത്തേക്ക് തള്ളണം. അതിന് നമ്മളെ ശാസ്ത്രം അത്രത്തോളം വളർന്നിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആസ്ട്രോയിഡ് കറങ്ങിക്കൊണ്ടായിരിക്കും വരുന്നത്, അത് മാത്രം ഭയങ്കര സ്പീഡിൽ. അപ്പോൾ അതിൽ വന്ന് ഈ റോക്കറ്റ് വന്ന് ഘടിപ്പിക്കണം. അത് മാത്രമല്ല അത് എങ്ങനെ പുഷ് ചെയ്യും അതൊന്നും ഒരു ഐഡിയ ഇല്ലാത്ത കാര്യമാണ്. ഇനി വേറൊരു വഴിയുള്ളത് ലേസർ വെച്ചുള്ളതാണ്. പക്ഷേ ലേസർ അത്രയും ഉയരത്തിലുള്ള ആസ്ട്രോയിഡിനെ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് ലേസർ വെച്ച് നശിപ്പിക്കാൻ കഴിയില്ല. അതിന് മാത്രം പവർഫുൾ ആയിട്ടുള്ള ലേസർ നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ ആസ്ട്രോയിഡുകളാണെങ്കിൽ നമുക്ക് അതിനെ ലേസർ ഉപയോഗിച്ച് നശിപ്പിക്കാം. പക്ഷേ വലിയ വലിയ ആസ്ട്രോയിഡുകളെ നമുക്ക് ലേസർ ഉപയോഗിച്ച് നശിപ്പിക്കാൻ പറ്റില്ല. ഏറ്റവും നല്ല വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആസ്ട്രോയിഡ് എവിടെ വന്നാണോ പതിക്കാൻ പോകുന്നത് ആ സ്ഥലത്തിലുള്ള ആൾക്കാരെ എല്ലാം ഒഴിപ്പിക്കുക എന്നുള്ളതാണ്. ആസ്ട്രോയിഡെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി എന്റെ ചാനൽ ചെക്കൗട്ട് ചെയ്യും.